welcome to Saj Family Vlogs. This is another new episode of Saja Safari. എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ 1000 ആശംസകൾ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വരുന്ന ഒരു വർഷം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷമാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ കുട്ടുമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷാർജ സഫാരിയിലാണുള്ളത്. ഈ ഒരു സഫാരിയെ കുറിച്ചിട്ടുള്ള ഓരോ ഇൻഫോർമേഷനും ഓരോ വീഡിയോ ക്ലിപ്പിലും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ കാണുന്നതാണ് ഷാർജ സഫാരിയുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ബ്രോൺസ്, സിൽവർ, ഗോൾഡ് എന്നീ പാക്കുകളും അതുകൂടാതെ തന്നെ 6 സീറ്റ്, 9 സീറ്റ്സ്, 15 സീറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൈവറ്റ് കാറും നമുക്ക് അവൈലബിൾ ആണ്. ഞങ്ങൾ എടുത്തത് സിൽവർ പാക്കാണ് എടുത്തത്. സിൽവർ പാക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഡൾട്ടിന് 120 ദിർഹവും അതേസമയം ചൈൽഡിന് 50 ദിർഹമാണ്. 3 വയസ്സിനേക്കാളും താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഫ്രീ ആണ് ടിക്കറ്റ്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെ സഫാരി ഇവിടെ ഓപ്പൺ ആണ്. അതിൽ 9 o'clock സഫാരിയുടെ ടൈം സ്റ്റാർട്ട് ചെയ്താൽ 2 o'clock വരെയാണ് നമുക്ക് സഫാരി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം സഫാരി ചെയ്യാനായിട്ട് സാധിക്കില്ല. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് സിൽവർ ടെർമിനലിലേക്ക് വരാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്ക് നടക്കാനുള്ള ദൂരമുണ്ട്. നടക്കാൻ സാധിക്കില്ല എന്ന് അവിടെ കൗണ്ടറിൽ പറയുകയാണെങ്കിൽ അവർ നമ്മൾ ഫ്രീ ആയിട്ട് ബസ്സിൽ കൊണ്ടുവിടും എന്നാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങൾ പക്ഷെ നടന്നാണ് വന്നത്. അത് നടന്ന് വരാനായിട്ട് നമുക്കവിടെ സൈനേജും കാര്യങ്ങളുണ്ട്, അത് നോക്കി നമ്മൾ വരണം. അവിടെ കുറച്ച് ബേർഡ്സിൻ്റെ കുറച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റെപ്സുകൾ ഉണ്ടാവും. ആ സ്റ്റെപ്പിൽ കൂടെ കയറി കഴിഞ്ഞിട്ട് മേളിലെത്തി കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ കൂടെ അങ്ങ് ക്രോസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ, ബ്രിഡ്ജ് എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടുള്ള ബ്രിഡ്ജൊന്നും അല്ല കേട്ടോ, ചെറിയ ഈ മരത്തിൻ്റെ തന്നെയുള്ള ഒരു ചെറിയൊരു പാലം പോലെ ഇതായി കണ്ടോ ഈ സംഭവം. അപ്പം ഇതിൽ കൂടെ നമ്മൾ അങ്ങനെയാണ് നടന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് സിൽവർ ടെർമിനലിലേക്ക് എത്താനായിട്ട് സാധിക്കുക. സൻസിബാർ ടെർമിനൽ എന്നാണ് ഈ സിൽവർ ടെർമിനലിൻ്റെ പേര്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി അവിടെ ഇരുത്തും. പിന്നെ ഞങ്ങൾ 12:30 സഫാരിയാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ ഒരു 5 മിനിറ്റ്സ് ബിഫോർ അവിടെ എത്തിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ടൈം ആവുമ്പോൾ നമ്മൾ അവർ വിളിച്ച് ഇതാണ് നമ്മുടെ സഫാരിയുടെ ബസ് വന്നിരിക്കുന്നത്. അപ്പോൾ സിൽവർ പാക്കിനാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബസ്സാണ് കിട്ടുക. അതേസമയം ഗോൾഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് സഫാരിയുടെ ആ ഒരു ജീപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അനൗൺസ് ചെയ്തിട്ട് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് അങ്ങനെയായിട്ട് അനൗൺസ് ആയിട്ടാണ് പറഞ്ഞു തന്നത്. പക്ഷേ ഗോൾഡും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ഗൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല ഗോൾഡിന് ഒരു സഫാരിയുടെ ജീപ്പും അതേസമയം പ്രൈവറ്റ് ആയിട്ടുള്ള ഇതാണെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള കാറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയപ്പെടുന്നു. ഇതിലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല. കാരണം ഒന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, സൈഡിലുള്ള ചെറിയ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് പോണ സമയത്തും ഒരുമാതിരി കാറ്റുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സഫാരിയിലെ ആദ്യത്തെ സ്റ്റേഷനായിരുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് ആനകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളും ഒരുപാട് മൃഗങ്ങളും നമ്മൾ ഈ സഫാരിയിൽ കണ്ടിരുന്നു. മക്കളെല്ലാം നന്നായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സഫാരിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ആഫ്രിക്കയിലുള്ള ആ 1ാം നമ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സഫാരി കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഫാരിയാണ് നമ്മുടെ ഈ UAEയിലെ ഷാർജയിലുള്ള ഷാർജ സഫാരി എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സഫാരിയാണ്. ആഫ്രിക്കയുടെ ആ ഒരു ലാവണ്യം അങ്ങനെ തന്നെ UAEയുടെ ആ ഒരു ഹൃദയത്തിലേക്ക് കൊത്തി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു സഫാരി കണ്ടു കഴിഞ്ഞാൽ. ഈ കാണുന്നത് അങ്കോള വറ്റൂസി എന്ന് പറയുന്ന ഒരു തരം കന്നുകാലിയാണ്. ഇത് ശരിക്കും കാറ്റിൽ ഓഫ് കിങ് എന്നാണ് ഇതിനെ പറയുന്നത്. അത്രത്തോളം ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ആ നീളമുള്ള ഒരു കൊമ്പുകൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ കണ്ടോ, ഇതുപോലെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിക്കകത്ത് അവർ ഒരുപാട് പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, നമ്മൾക്ക് ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ തോന്നും ഇത് ഒരേ സെയിം പോലെ, പക്ഷേ അങ്ങനെയല്ല. ഇത് പലതരം സ്പീഷീസ് ആണിത്. അങ്ങനെയുള്ള മരങ്ങളും അതുപോലെ തന്നെ ഓരോ കുറ്റിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ശരിക്കും ആ ഒരു ഫോറസ്റ്റ് ഇവർ ശരിക്കും കൈകൊണ്ട് നിർമ്മിച്ച് ഇത്രത്തോളം എടുത്തു എന്ന് പറയുമ്പോൾ നമുക്കതിൽ കൂടെ പോകുമ്പോൾ തന്നെ
തന്നെ അത് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് എന്താ പറയുക അത് ശരിക്കും നമുക്ക് മനസ്സിലാവും. നമുക്കിതാകും സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒട്ടകപക്ഷിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിക്കോടൊക്കെ പോകുന്ന ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് കാണാൻ ഭംഗിയുള്ള കുറേ മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഷാർജ സഫാരിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അൽദെയ്ദ് സിറ്റിക്ക് അടുത്തുള്ള അൽബർദി റിസർവിലാണ്. ഇപ്പം അൽദെയ്ദ് സിറ്റിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉള്ളൂ. പക്ഷേ മറ്റ് എമിറേറ്റ്സുകളിൽ നിന്നൊക്കെ ഏകദേശം 1 മണിക്കൂറോളമൊക്കെ അവർ പറയുന്നുണ്ട്. അബുദാബിയിൽ നിന്നാകുമ്പോൾ കുറച്ചും കൂടി ദൂരെ കൂടുതലുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ സഫാരി പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതേസമയം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പരമാവധി ഓൺലൈനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കൗണ്ടറിൽ എത്തുമ്പോഴേക്കും അത് സഫാരി നമ്മളുടെ ആ ടൈമിൽ സഫാരി ക്ലോസ് ആയി പോയാൽ നമ്മൾ അടുത്ത ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെ സഫാരി അവൈലബിൾ ആണ്. എന്നാൽ 2 മണിയൊക്കെയാണ് ലാസ്റ്റത്തെ സഫാരി ടൂർ വരുന്നത്. അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടിക്കറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സിൽവർ പാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള മറ്റൊന്നാണ് ബ്രോൺസ് പാക്ക് എന്ന് പറയുന്നത്. അത് റേറ്റ് നോക്കുകയാണെങ്കിൽ അഡൾട്ടിന് 40 അതുപോലെ തന്നെ ചൈൽഡിന് 15 ദിർഹമേ ഉള്ളൂ. പക്ഷേ അത് അത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ അത്ര വർത്തായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സഫാരി റൈഡ് ഉള്ളിലുള്ള ഒരു സഫാരി റൈഡ് ഇതുപോലെ മൃഗങ്ങളെ കണ്ട് നടക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയില്ല. പകരം നമുക്ക് പാർക്കിനകത്ത് മാത്രമേ നമുക്ക് വാക്ക് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾ ആ പാർക്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ റൈഡ് നമുക്ക് ആ ഒരു ബ്രോൺസിനകത്ത് കിട്ടില്ല. അപ്പോൾ അത് അത്ര ഒരു വർത്തായിട്ട് തോന്നുന്നില്ല. കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ സിൽവർ, ഗോൾഡ് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഗോൾഡിൻ്റെ ആണെങ്കിൽ ടിക്കറ്റ് റേറ്റ് ആണെങ്കിൽ അഡൾട്ടിന് 275 ദിർഹവും അതുപോലെ ചൈൽഡിന് 120 ദിർഹവും വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു വെഹിക്കിളിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് അവിടെ AC അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള AC നമുക്ക് അവൈലബിൾ ആണ്. ഒരു പ്രൈവറ്റ് ഗൈഡൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സഫാരിയെ നമ്മളിപ്പോൾ കാണുന്ന ഈ സഫാരിയെ ഒരു 12 സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒരു സെക്ഷൻ സിൽവർ പാക്കിൽ കിട്ടത്തില്ല. ആ ഒരു സെക്ഷൻ ഇവിടെ ഗോൾഡിൻ്റെ പാക്കിൽ കിട്ടും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതിന് സെറൻഗെറ്റി ഹാബിറ്ററ്റ് എന്നാണ് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ വായിച്ചറിഞ്ഞ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടിയും വൈൽഡായിട്ടുള്ള ആനിമൽസായിട്ട് ക്ലോസ്ഡ് ആയിട്ട് അറിയാനും എല്ലാം സാധിക്കും എന്നാണ് അറിഞ്ഞത്. പിന്നെയുള്ളതെല്ലാം സ്പെഷ്യൽ ടൂർ പാക്കുകളാണ്. അത് എന്താ ഗെയിം വ്യൂവർ, സഫാരി വാൻ, സഫാരി കോച്ച് എന്നൊക്കെ പറയുന്ന ലക്ഷറി ആയിട്ടുള്ള വെഹിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോന്നിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടും റേറ്റിൽ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. ബാക്കി എല്ലാ പാക്കേജുകളും ഗോൾഡിൻ്റെ ആ ഒരു പാക്കിന് അനുസൃതമായിട്ടാണ് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ടൂറിനും പാക്കേജായിട്ട് വരുന്നത്. അങ്ങനെ സഫാരിയുടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ നേരത്തെ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ചുറ്റിക്കണ്ടല്ലോ. അപ്പോൾ ആ മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ, സഫാരി ക്യാമ്പ് എന്ന് പറയും. അവിടെ നമുക്കൊരു 20 മിനിറ്റ് ചുറ്റി നടന്ന് കാണാനായിട്ടുണ്ട്. അവിടെ തന്നെ ചെറിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആമ, അതുപോലെ പലതരത്തിലുള്ള പക്ഷികൾ, മുള്ളം പന്നികൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ക്യാമ്പിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ക്യാമ്പ് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷെ ഇവിടെ 20 മിനിറ്റ്സ് അലൗ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക കോപ്പറേറ്റീവ് പോലെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് വെള്ളം കഴിക്കാനുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടും. അങ്ങനെ പിന്നെ നമുക്ക് ചെറിയ കാപ്പിയൊക്കെ കുടിക്കാം. പിന്നെ കുറച്ച് ബേർഡ്സ്, അതുപോലെ മുള്ളം പന്നി, ഉടുമ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ കാണാം. വെള്ളത്തിന് ഒരു ദിർഹമേ വലിയ കാര്യമല്ല. ഈ ഒരു വെള്ളത്തിന് ഒരു ദിർഹമുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ മിക്കയിടത്തും കണ്ടേക്കുന്നത് നമ്മളെ കൊല്ലുന്ന വിലയാണ്. പക്ഷെ ഇവിടെ നോർമലാട്ടോ, എല്ലാം നല്ലതാണ്, കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഇതുപോലുള്ള ഷെഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഫാനൊക്കെ ആയിട്ട് കാറ്റൊക്കെ. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ വന്നത് ഇവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് നിന്ന് കാണാൻ പറ്റുമെന്നേ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും കാണാനും പറ്റിയില്ല വന്നത്. പിന്നെ എനിക്കൊന്നും ടൈമും ഇല്ല അല്ലേച്ചാ.
അതുപോലെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. ഇവിടെ ശരിക്കും നല്ലൊരു ബഫറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചും ഇവിടെ റെഡി ആയിട്ട് കണ്ടായിരുന്നു കേട്ടോ. അത് 65 ആയിരുന്നു തോന്നുന്നത് പെർ ഹെഡ് പറഞ്ഞത്. പക്ഷേ നമുക്ക് 20 മിനിറ്റ്സ് അലൗഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒഴിന്ന് കഴിക്കാനൊന്നും സമയം ഉണ്ടായില്ല. ഇനി മറ്റ് പാക്കുകാർക്ക് ഗോൾഡൻ പാക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയേക്കുന്നതാണോ എന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് പോലെയാണ്. ചെറുതല്ല, താരതമ്യേന വലിയൊരു പ്ലേ ഗ്രൗണ്ട് തന്നെയായിരുന്നു. അങ്ങനെയും കുറച്ച് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ വാഷ്റൂമുകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ അവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഉണ്ടായത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ഈ ഒരു സഫാരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഏക്കറുകളോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സഫാരി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് തന്നെ നല്ല സുഖകരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ സഫാരിയിൽ കണ്ട എല്ലാ മൃഗങ്ങളെയും ഒന്നും ഞങ്ങൾ പകർത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് നേരം നിൽക്കാൻ സാധിച്ച, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് മാത്രമാണ് നമ്മൾ പകർത്തിയെടുത്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല, ഒരുപാട് ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് വേറെയും ഒട്ടനവധി മൃഗങ്ങളെ നമുക്ക് ഈ ഒരു സഫാരിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സഫാരിക്ക് വരാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റും കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുകൊണ്ടല്ല, ഇപ്പോൾ റംദാനൊക്കെ വരികയാണെങ്കിൽ ആ സമയത്തൊക്കെ ഈ സഫാരിയുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു റേറ്റ് തന്നെയാണോ പിന്നീട് അങ്ങോട്ടേക്കൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് വേണം വരാനായിട്ട്. പിന്നെ ബ്രോൺസ് പാക്ക് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ സഫാരി യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ അവർക്ക് ഒരു 4 മണി വരെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി അലൗഡ് ആണ്. അപ്പം കാരണം അവർക്ക് ആ ഒരു പാർക്കിലൊക്കെ നടന്ന് അവർ കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ സഫാരി ടൂറുള്ള മറ്റ് സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും മറ്റ് പാക്കാരൊക്കെ ആണെങ്കിൽ 1:30 മുൻപായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തണം എന്നാണ് ഇവർ പറയുന്നത്. കാരണം ലാസ്റ്റ് സഫാരി 2 മണിക്കാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്കും ചെറിയ കമൻറ്റും ഒക്കെ തന്നേക്കണം കേട്ടോ. ഒപ്പം തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത, ഞങ്ങളുടെ ഈ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ അടുത്തായിട്ട് തായ്ലൻഡിൽ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോയൊക്കെ ഒന്ന് ചാനലിൽ കയറി കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഈ ഷാർജ സഫാരിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് ഈ കാണുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ജിറാഫുകൾ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. മാത്രമല്ല ഇതുങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഈ ബസ്സിൻ്റെ പുറകിക്കൂടെയൊക്കെ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പിടിക്കാൻ വേണ്ടി കൈയൊക്കെ എത്തിച്ചായിരുന്നു. ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അവർക്കൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ ഇടതൂർന്ന് നിൽക്കുന്ന കുറേ പനകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ, ഉണ്ടാക്കി വെച്ചേക്കല്ല, അത് ശരിക്കുള്ള പനകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നട്ട് വളർത്തിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു. ശരിക്കും ഇതുപോലെ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും എന്താ പറയുക, ഈ ഒരു സഫാരിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ പയ്യെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ തന്നെ മറ്റൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കഫത്തേരിയ പോലെ തന്നെ കാണാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ പലതരത്തിലുള്ള കേക്ക്സ്, അതുപോലെ പിസ്സ, ബർഗർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അവിടെ അത്ര അങ്ങ് റേറ്റ് കുറവുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊരു സെക്ഷനാണ് ഈ കാണുന്ന ആളെ, ലീമറിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണാനായിട്ട് നമ്മൾ കുറച്ചിങ്ങോട്ടേക്ക് നടന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗൈഡ് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് നമ്മളെ കാണിച്ചു തരും. നമുക്കപ്പോൾ ലീമറിനെ അടുത്തൊക്കെ കാണാനൊക്കെ സാധിക്കും. തൊടാൻ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ആ പോണ വഴിക്ക് ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലും ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് കൂടെയാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് അത്രത്തോളമൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോരാം.
പിന്നെ നമ്മൾ കണ്ടത് പക്ഷികളുടെ ഒരു ലോകം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു റൂം കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇവരുടെ ആ ഒരു സഫാരിക്കകത്തുള്ള എല്ലാ പക്ഷികളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ഇനത്തിലുള്ളതാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിലും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കണ്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് ഡോർ ഉണ്ട്, അതിൽ കൂടെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഉള്ളൊരു ഡോറുണ്ട്, അതിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഈ പക്ഷികളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചെന്ന് പറയാൻ സാധിക്കും. എന്താ പറയുക, അവരെ ശരിക്കും കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ അതിലേക്ക് നടന്ന് ആ ഒരു പ്രകൃതിയായിട്ട് ശരിക്കും ഇണങ്ങി ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കി ഫീൽ ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇതിലൂടെ പോകുമ്പോൾ. മാത്രമല്ല ഇതുപോലെ ചെറിയുള്ള സിറ്റിംഗ് ബെഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കാറ്റൊക്കെ കണ്ട് പക്ഷികളൊക്കെ കാണണമെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് കാണാം. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, പല റോഡ് പോലെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറൊരു സൈഡിലേക്ക് പോയാൽ ചെറിയൊരു ഫോറസ്റ്റ് ഒക്കെ പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും ഈ ക്യാമറയിൽ എടുത്ത് അങ്ങനെ അങ്ങോട്ട് പകർത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പകർത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു സൈഡിൽ കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ആഫ്രിക്കയിലാണോ എന്ന് നമ്മളൊരു മിനിറ്റ് ചിന്തിച്ചു പോകും. അതുപോലെ ആഫ്രിക്കനെ അങ്ങോട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രതിഭാസം പോലെയാണ് കേട്ടോ. അത്രയും നല്ല തന്മയത്തോട് കൂടിയിട്ട് അവരുടെ ആ ഒരു വില്ലേജിനെ നമ്മുടെ ഉള്ളിലേക്ക് ഈ അങ്ങോട്ട് പകർത്തിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഇവിടെയും ഇതുപോലെ തന്നെ എന്താ പറയുക, കുടിവെള്ളം ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടുള്ള സംവിധാനവും നല്ല വാഷ്റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ആ ഒരു പശുത്തൊഴുത്ത് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ശരിക്കും ആ ഒരു രൂപമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഒരുപാട് ഫാം ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വലിയൊരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. അപ്പം മക്കൾക്കൊക്കെ എന്താ പറയുക, ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു പാക്കേജ് പോലെയായിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരു ഫാമിലി പാക്കേജ് പോലെ. അത് ആ പ്ലേ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. സഫാരി കഴിഞ്ഞെത്തി. പിന്നെ ഇവിടെ എന്താ പറയുക, ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് ഇത് വാക്കിംഗ് പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പം പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ സാധിക്കും. ആ കാണുന്നത് കണ്ടോ, അതിൽ കൂടെയാണ് സഫാരിയുടെ വണ്ടിയൊക്കെ പോയിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാനും അതുപോലെ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സഫാരിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഇവിടെ നിന്ന് മൃഗങ്ങളെ കാണാൻ പറ്റും. ആ കാണുന്ന മരങ്ങൾ കണ്ടോ, നല്ല കട്ടിയുള്ള തടിയോട് കൂടിയത്. ഇതിനെ പറയുന്നത് ബയോബാബ് ട്രീ എന്ന് പറയാം. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തന്നെ എന്താ പറയുക, ഒരു പ്രതീകമാണത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ഓരോ യാത്രയുടെയും ഓർമ്മകൾ നമ്മൾക്ക് പിന്നീടിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് സുവനീർ ഷോപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് സുവനീറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിനിഷ് ചെയ്തു. ഞങ്ങളതാ ഷാർജ സഫാരി എക്സ്പ്ലോർ ചെയ്തു. ആകെ വയ്യാണ്ടായി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. ഇത്രയൊക്കെയാണ് സഫാരിയുടെ വിശേഷങ്ങൾ. ഞങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.